വെൽക്കം ടു Pharma ECLN ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോകെമിസ്ട്രിയിലെ പിരമിഡിൻ ബയോസിന്തസിസിനെ കുറിച്ചിട്ടാണ്. ന്യൂക്ലിക് ആസിഡ്സ്, അതായത് DNA, RNA അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജൻ ബേസിസ് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഈ നൈട്രജൻ ബേസിസ് either പ്യൂരിൻസ് ആവാം അല്ലെങ്കിൽ പിരമിഡിൻസ് ആവാം. അപ്പോൾ പിരമിഡിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ. അപ്പോൾ ഇതൊക്കെയാണ് പിരമിഡിൻ നൈട്രജൻ ബേസിസിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു പിരമിഡിൻ ന്യൂക്ലിയോടൈഡിൻ്റെ സിന്തസിസ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3 സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ് വേണം. ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, ഗ്ലൂട്ടാമിൻ ആൻഡ് ആസ്പാർട്ടേറ്റ്. ഈ 3 കോമ്പൗണ്ട്സും കൂടെ ചേരുമ്പോഴത്തേക്കും ഒരു പിരമിഡിൻ റിങ് ഫോം ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു പിരമിഡിൻ റിങ് പിന്നെന്ത് ചെയ്യും? ഒരു ഷുഗറുമായിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന ഷുഗർ എന്ന് പറയുന്നത് റൈബോസ് 5 ഫോസ്ഫേറ്റ്. ഇപ്പോൾ ഒരു പിരമിഡിൻ റിങ് വന്നിട്ട് റൈബോസ് 5 ഫോസ്ഫേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് പിരമിഡിൻ ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യും. അതാണ് ഈ ഒരു പിരമിഡിൻ ബയോസിന്തസിസിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിരമിഡിൻ ബയോസിന്തസിസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കാർബൺ ഡയോക്സൈഡും ഗ്ലൂട്ടാമിനും തമ്മിലുള്ള റിയാക്ഷൻ. ഈ റിയാക്ഷൻ നടക്കുന്നത് കാർബമോയിൽ ഫോസ്ഫേറ്റ് സിന്തറ്റേസ് 2 എൻസൈമിൻ്റെ പ്രസൻസിലാണ്. കാർബമോയിൽ ഫോസ്ഫേറ്റ് സിന്തറ്റേസ് 1 ആയിരുന്നെങ്കിൽ യൂറിയ സൈക്കിളിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എൻസൈമാണ്. അപ്പോൾ ഇവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എൻസൈം CPS II ആണ്. അപ്പോൾ ഈ ഒരു എൻസൈം ഗ്ലൂട്ടാമിനെ ഗ്ലൂട്ടമേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഇവിടെ ഗ്ലൂട്ടമിൽ നിന്നുള്ള അമിനോ ഗ്രൂപ്പിനെ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റെപ്പിൽ 2 ATP 2 ADP ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെയും കിട്ടും. അപ്പം കാർബൺ ഡയോക്സൈഡ്, അമിനോ ഗ്രൂപ്പ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഇത് 3 കൂടെ ചേർന്നിട്ട് കാർബമോയിൽ ഫോസ്ഫേറ്റ് ഫോം ചെയ്യും. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാർബമോയിൽ ഫോസ്ഫേറ്റും നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ ഒരാളായിട്ടുള്ള അസ്പാർട്ടേറ്റും തമ്മിൽ റിയാക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും കാർബമോയിൽ അസ്പാർട്ടേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈമാണ് അസ്പാർട്ടേറ്റ് ട്രാൻസ്കാർബമോയിലേസ്. ഈ ഒരു എൻസൈമിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു എൻസൈം വന്ന് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും കാർബമോയിൽ ഫോസ്ഫേറ്റിൻ്റെ ഈ ഒരു കാർബണിനൊത്തൊട്ട്, അതായത് OP ഗ്രൂപ്പ് മാറിയിട്ട് ഇവിടെ അസ്പാർട്ടേറ്റിൻ്റെ N ഗ്രൂപ്പ്, നൈട്രജൻ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യും. അങ്ങനെ നമുക്കൊരു ഈ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ ഒരു സ്ട്രക്ചറാണ് കാർബമോയിൽ അസ്പാർട്ടേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കാർബമോയിൽ ഗ്രൂപ്പ് CONH2 ഗ്രൂപ്പിനകത്തോട്ട് എന്ത് ഫോം ചെയ്യും? അസ്പാർട്ടേറ്റ് അല്ലെങ്കിൽ അസ്പാർട്ടിക് ആസിഡ് വന്ന് ജോയിൻ ചെയ്യുന്നതാണ് കാർബമോയിൽ അസ്പാർട്ടേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു കാർബമോയിൽ അസ്പാർട്ടേറ്റിനകത്ത് ഡൈഹൈഡ്രോ ഓറട്ടേസ് എൻസൈം വന്ന് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഒരു വാട്ടർ മോളിക്യൂള് റിമൂവ് ആയിട്ട് ഇത് സൈക്ലൈസേഷന് അണ്ടർഗോ ചെയ്യും. അതായത് വാട്ടർ മോളിക്യൂൾ പോകുമ്പോഴത്തേക്കും ഈ നൈട്രജനും ഈ കാർബണുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അസ്പാർട്ടേറ്റിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് ഡൈഹൈഡ്രോ ഒറോട്ടേറ്റ് ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ ഡൈഹൈഡ്രോ ഒറോട്ടേറ്റിൽ നിന്ന് എന്തായിട്ട് മാറും? ഒറോട്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒറോട്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഡൈഹൈഡ്രോ ഒറോട്ടേറ്റിൽ നിന്ന് ഈ ഒരു കാർബണിൽ നിന്നും ഓരോ ഹൈഡ്രജൻ വീതം പോകും. റിഡക്ഷൻ സംഭവിക്കുക ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ റിഡക്ഷൻ സംഭവിക്കുമ്പോഴത്തേക്കും ഈ ഒരു കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് ഇത് ഒറോട്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈമാണ് ഡൈഹൈഡ്രോ ഒറോട്ടേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പോൾ ഇവിടെ റിഡക്ഷൻ സംഭവിക്കുകയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? NAD+ NADH+H+ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ദെൻ ഇനി ഒറോട്ടേറ്റിൽ നിന്ന് ഇപ്പോൾ ഈ ഒറോട്ടേറ്റ് ഫോം ചെയ്തു. ഇനി ഈ ഒരു ഒറോട്ടേറ്റിലോട്ട് ഷുഗർ മോയിറ്റും കൂടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈമാണ് ഒറോട്ടേറ്റ് ഫോസ്ഫോറൈബോസൈൽ ട്രാൻസ്ഫറേസ്. അപ്പോൾ ഈ ഒറോട്ടേറ്റ് ഫോസ്ഫോറൈബോസൈൽ ട്രാൻസ്ഫറേസ് എൻസൈം ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ഷുഗർ മോയിറ്റി അറ്റാച്ച് ചെയ്യും. OMP ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഒറോട്ടിഡിൻ മോണോഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ഈ OMPയിൽ നിന്നിട്ട് കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യുക ചെയ്യുന്നത്. അതായത് ഈ ഒരു കാർബോക്സിലിക് ഗ്രൂപ്പ് എലിമിനേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സംഭവിക്കുന്നത് OMP decarboxylase എൻസൈമിൻ്റെ പ്രസൻസിലാണ്. അവിടെ നിന്ന് ഒരു കാർബൺ ഡയോക്സൈഡ് പോകുമ്പോഴത്തേക്കും നമുക്ക് യൂറിഡിൻ മോണോഫോസ്ഫേറ്റ് കിട്ടും, UMP കിട്ടും.
അപ്പോൾ ഈ UMPയിൽ കൈനേസ് എൻസൈം ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് UMP UDP ആയിട്ട് യൂറിഡിൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ഈ യൂറിഡിൻ ഡൈഫോസ്ഫേറ്റിന് 2 രീതിയിൽ റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഒന്ന് റൈബോന്യൂക്ലിയോടൈഡ് റിഡക്റ്റേസ് എൻസൈം ആക്ട് ചെയ്യുമ്പോഴത്തേക്കും UDP DUDP ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഡിയോക്സി യൂറിഡിൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ അഗെയിൻ അത് DUMP ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനകത്ത് തൈമിഡിലേറ്റ് സിന്തറ്റേസ് എൻസൈം ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഡിയോക്സി തൈമിഡിൻ മോണോഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി UDPയിൽ കൈനേസ് എൻസൈം ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെയും ഒരു ATP ഒരു ADP ആയിട്ട് കൺവേർട്ട് ചെയ്യും. UDP UTP ആയിട്ട് കൺവേർട്ട് ചെയ്യും. CTP സിന്തറ്റേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ UTP CTP ആയിട്ട്, അതായത് സൈറ്റോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് പിരമിഡിൻ ന്യൂക്ലിയോടൈഡ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് പിരമിഡിൻ ബയോസിന്തസിസ്.